സ്വാഗതം. നമ്മളെല്ലാവരും വിജയത്തിനു വേണ്ടി ഓടുന്നവരാണല്ലോ, അല്ലേ? അതെ, തീർച്ചയായും. പക്ഷെ നമ്മൾ ഓടുന്നത് ശരിയായൊരു ദിശയിലാണോ? നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ 2 ഖുർആൻ സൂക്തങ്ങൾ, അതായത് സൂറത്തുൽ അഅലയിലെ 14-15 വാക്യങ്ങൾ, വിജയത്തിലേക്കുള്ള ഒരു പുതിയൊരു മാപ്പ് തരുന്നുണ്ട്. ശരിയാണ്. ഒരു ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറമുള്ളൊരു ഫോർമുല. നമുക്കതൊന്ന് പൊളിച്ചെടുത്ത് നോക്കിയാലോ? തീർച്ചയായും. ഇവിടെ വിജയമെന്ന് പറഞ്ഞാല് അത് ബാങ്കിൽ എത്ര പണമുണ്ടെന്നതിലോ അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നതിലോ അല്ല. ഓക്കെ. മറിച്ച് അതൊരു ആന്തരികമായ അവസ്ഥയാണ്. ഈ 2 വരികൾ ആ അവസ്ഥയിലേക്കുള്ളൊരു വഴിയാണ് വരച്ചു കാട്ടുന്നത്. അതെ. അപ്പോൾ നമുക്ക് ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. ആദ്യത്തെ വാക്യം പറയുന്നു, തീർച്ചയായും ശുദ്ധീകരണം നടത്തിയവൻ വിജയം പ്രാപിച്ചു. തസ്കിയ അഥവാ ശുദ്ധീകരണം. സാധാരണ നമ്മളൊരു ലക്ഷ്യത്തിനു വേണ്ടി ആദ്യം കർമ്മങ്ങളിലേക്കല്ലേ കടക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് തുടക്കം ഉള്ളിൽ നിന്നാവുന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇന്നത്തെ ഒരു മെന്റൽ ഡീക്ലട്ടറിംഗ് അല്ലെങ്കിൽ ഡീടോക്സ് എന്നൊക്കെ പറയുന്നില്ലേ? അതെ അതെ. അതിന്റെ ഒരു ആത്മീയ രൂപമാണിത്. നമ്മുടെ ശ്രദ്ധയെയും ഊർജത്തെയും കാർന്നു തിന്നുന്ന അസൂയ, കോപം, അഹങ്കാരം പോലുള്ള എന്താ പറയാ ഒരു മെന്റൽ നോയ്സ്. ഓക്കെ. അതൊക്കെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ. ഒരു കർഷകൻ വിത്തിടുന്നതിനു മുൻപ് നിലമൊരുക്കി കളകളൊക്കെ പറിച്ചുമാറ്റുന്നതുപോലെ. ശരിയാണ്. ആന്തരികമായ ഈ കളകൾ മാറ്റാതെ പിന്നെ എന്ത് കർമ്മം ചെയ്തിട്ടും വലിയ കാര്യമില്ല. അപ്പൊ ശരിയാണ്, ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ എത്ര വലിയ കെട്ടിടം പണിതിട്ടും കാര്യമില്ലെന്ന് പറയുന്ന പോലെ. അതെ. അപ്പൊ നമ്മുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയൊക്കെ ക്ലിയർ ചെയ്തു. മനസ്സൊരു ഒഴിഞ്ഞ ക്യാൻവാസ് പോലെയായി. ഇനി അവിടെ എന്തു വരയ്ക്കണം? അതാണോ അടുത്ത പടി? കൃത്യമായി പറഞ്ഞു. അടുത്ത സൂക്തത്തിന്റെ തുടക്കം അതാണ്. തന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും. ഇതാണ് ദിക്ർ. ദിക്ർ. ചെളി നിറഞ്ഞൊരു പാത്രത്തിൽ നമ്മൾ ശുദ്ധമായ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല. അതുപോലെയാണ്. ആദ്യം തസ്കിയയിലൂടെ ഹൃദയമാകുന്ന പാത്രം വൃത്തിയാക്കുന്നു. അതിനുശേഷമാണ് ദിക്ർ എന്ന ഓർമ്മയുടെ തെളിനീരതിൽ നിറയ്ക്കാൻ കഴിയുന്നത്. ഈ ദിക്ർ അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുമ്പോൾ അത് വെറുതെ ഇങ്ങനെ വാക്കുകൾ ഉരുവിടുന്നതാണോ? അതോ അതിന് കുറച്ചുകൂടി ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇത് വെറുമൊരു യാന്ത്രികമായ പ്രവൃത്തിയല്ല. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതൊരു കോഗ്നിറ്റീവ് ഷിഫ്റ്റാണ്. നമ്മുടെ ചിന്തകളെയും ശ്രദ്ധയെയും ദൈനംദിന ആശങ്കകളിൽ നിന്നു മാറ്റി ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് റീഫോക്കസ് ചെയ്യുന്ന ഒരു പരിശീലനം. ഒരു ഉദാഹരണം പറയാമോ? നമ്മളൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിന് പോവുകയാണെന്ന് വെക്കുക. നമ്മുടെ മനസ്സിൽ വീട്ടിലെ പ്രശ്നങ്ങളാണെങ്കിൽ ആ മീറ്റിംഗ് എങ്ങനെ വിജയിക്കും? ശരിയാണ്, നടക്കില്ല. അതുപോലെയാണിത്. മനസ്സിനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവൃത്തി. ഈയൊരു ഓർഡർ, അതായത് ആദ്യം ശുദ്ധി, പിന്നെ ഓർമ്മ, പിന്നെ പ്രവൃത്തി, ഇതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. അതെ. അല്ലെങ്കിൽ ആദ്യപടിയായോ അല്ലേ നമ്മൾ കാണാറ്? അതെ, പലപ്പോഴും അങ്ങനെയാണ്. ഇവിടെ അതൊരു ക്ലൈമാക്സ് പോലെയാണല്ലോ വരുന്നത്. അതാണിതിലെ ഏറ്റവും മനോഹരമായ ആശയം. ഇവിടെ പ്രാർത്ഥന എന്നത് ഒരു ചടങ്ങോ ഭാരമോ അല്ല, മറിച്ച് ആന്തരികമായി ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ മുഴുകി നിൽക്കുന്ന ഒരാളുടെ സ്വാഭാവികമായ ഒരു ബഹിർസ്ഫുരണമാണ്. ഉള്ളിലെ സമാധാനവും ബോധവും ശരീരത്തിലൂടെ പ്രവൃത്തിയായിട്ട് പുറത്തുവരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്കൊരു ജീവനുണ്ടാകും. അതായത് ഉള്ളിലെ മാറ്റം പുറത്തെ പ്രവൃത്തിക്ക് അർത്ഥം കൊടുക്കുന്നു. അതെ, ആന്തരികമായ മാറ്റം അർത്ഥവത്തായ ബാഹ്യമായ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. ഈ മൂന്നും ചേരുമ്പോഴാണ് സൂക്തം പറയുന്ന യഥാർത്ഥ വിജയം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഈ സൂക്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം വളരെ വ്യക്തമാണ്. വിജയം എന്നത് നമ്മൾ ഓടിപ്പിടിക്കേണ്ട ഒരു ലക്ഷ്യമല്ല, അല്ല, മറിച്ച് അത് നാം ആയിത്തീരേണ്ട ഒരവസ്ഥയാണ്. ആന്തരിക ശുദ്ധീകരണം, നിരന്തരമായ ഓർമ്മ, അതിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തി, ഇതൊരു തുടർ പ്രക്രിയയാണ്, അല്ലേ? അതെ, വിജയം ഒരു ജേണിയാണ്, ഡെസ്റ്റിനേഷനല്ല. അതൊറ്റ രാത്രി കൊണ്ട് നേടാവുന്ന ഒന്നല്ല. ശരിയാണ്. മറിച്ച് ക്ഷമയോടെയുള്ള നിരന്തരമായ പരിശ്രമത്തിലൂടെ കൈവരിക്കേണ്ട ഒന്നാണ്. ഓരോ ദിവസവും നമ്മൾ ആ പാതയിലാണോ എന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കായൊരു ചിന്ത നൽകി അവസാനിപ്പിക്കാം. ഈ സൂക്തങ്ങളനുസരിച്ച് വിജയത്തിലേക്കുള്ള താക്കോൽ നമ്മുടെ ഉള്ളിലാണ്, പുറത്തല്ല. നമ്മുടെയൊക്കെ ആധുനിക വിജയസങ്കല്പങ്ങളെ, അതായത് ജോലിയിലെ സ്ഥാനക്കയറ്റം, സാമ്പത്തിക നേട്ടങ്ങൾ, സാമൂഹിക അംഗീകാരം, ഈ ആശയം എങ്ങനെയാണ് പുനർനിർവചിക്കാൻ സഹായിക്കുന്നത്? അതൊരു നല്ല ചിന്തയാണ്. ഒരുപക്ഷേ യഥാർത്ഥ വിജയമെന്നത് പുറമേ എന്തു നേടുന്നു എന്നതിലല്ല,
മറിച്ച് ഉള്ളിൽ എന്ത് കാത്തു സൂക്ഷിക്കുന്നു എന്നതിലാവും.